ദൃശ്യപ്രകാശിൻ്റെ സാന്നിധ്യം നമുക്കേറെ സന്തോഷമുളവാക്കുന്നു. അവരെ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Thank you. ഇതാ ഈ ചിരിയുടെ രാജ്ഞി നമ്മളോട് സംവദിക്കുന്നു. നമുക്ക് സ്നേഹപൂർവ്വം കാതോർക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റിയെന്ന് വരില്ല, ഹൈറ്റ് കൂടുതലായതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് അല്ലാത്തൊരു മൈക്ക് വരൂ. ഓണം. ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പം വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ആളുകളെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എവിടെ പരിപാടി അവതരിപ്പിക്കാൻ കിട്ടിയെന്നോ അല്ലെങ്കിൽ എവിടെ എന്തൊക്കെ പരിപാടി അവതരിപ്പിച്ചാലും നമ്മളെ നാട്ടിലൊരു പരിപാടിക്ക് എങ്ങനെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാലം എവിടെ പോയതിലും ഒരുപാട് സന്തോഷിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. അപ്പം എന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. മഴവിൽ മനോരമയിൽ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലെ കണ്ടസ്റ്റൻ്റ് ആണ്. ഇപ്പം 4 വർഷമായിട്ട് ബമ്പർ ചിരിയിലുണ്ട്. അപ്പോൾ സ്കിറ്റുകളൊക്കെ നിങ്ങൾ കാണാറുണ്ടോ? ഓ, സന്തോഷം. അപ്പോൾ ഞാൻ ഇതേപോലെ എൻ്റെ വീട് ഇവിടെ പൈമ്പാലശ്ശേരിയാണ്. കുറേ പേർക്ക് അറിയില്ല ഈ നാട്ടിലാണ് പൈമ്പാലശ്ശേരിയാണ് എൻ്റെ വീട് എന്നുള്ളത്. ഞാൻ നിങ്ങളെ തൊട്ടടുത്ത് തന്നെ പൈമ്പാലശ്ശേരിയാണ് എൻ്റെ വീട്. കല്യാണം കഴിച്ചത് ഹസ്ബൻഡിൻ്റെ വീട് രാമനാട്ടുകര. അപ്പം ഞാൻ ഇതേപോലെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ മോണാക്ട് നാടകം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നല്ലോ. പിന്നെ ഈ കൊറോണ സമയമായ സമയത്ത് എല്ലാവരും വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു കേട്ടോ. ഞാൻ ടീച്ചറാണ്, 4 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ കൊറോണ ടൈം ആയപ്പം ചുമ്മാ വീട്ടിലിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഈ ടിക്ടോക്കൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ കത്തിക്കയറി നിൽക്കുന്ന സമയം. ടിക്ടോക്കിൽ എല്ലാവരും ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുക. അപ്പം ഞാനും വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ എന്നാൽ ടിക്ടോക്കിൽ കുറച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ സ്വന്തം ഭാഷ, അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന നമ്മളെ കോഴിക്കോട് ഭാഷയിലാണ് ഞാൻ ടിക്ടോക്ക് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഞാനൊരു ക്യാരക്ടറിനൊരു പേര് ഇട്ടിട്ടുണ്ടായിരുന്നു, പരദൂഷൺ അമ്മായി എന്ന് പറഞ്ഞിട്ട്. ഒരു പരദൂഷൺ അമ്മായി. നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ എല്ലാവർക്കും പരിചയമുള്ള ഒരു അമ്മായി തന്നെ. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടുകാർക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടായാൽ അതിനകത്ത് ചെറിയ കുശുമ്പ് കാണുന്ന, ആരും നന്നായി കാണാൻ